എങ്ങനെയായാലും വളരെ ചിന്തിച്ച് വളരെ ശ്രദ്ധയോടുകൂടി വേണം ഒരു സ്ഥാപനം തുടങ്ങാൻ. അത് വളരെ പ്രധാനമാണ്. നമ്മുടെ ബ്രാൻഡിന്റെ പ്രാധാന്യമനുസരിച്ച് സ്ഥലവും പ്രാധാന്യമുള്ളതായിരിക്കണം. പിന്നെ ഞങ്ങൾ നോക്കുന്നത് ഡിസ്പ്ലേ ആണ്. അതും ഒരു പ്രധാന കാര്യമാണ്. കസ്റ്റമേഴ്സ് വന്ന് ഷോക്കേസ് നോക്കുമ്പോൾ ഡിസ്പ്ലേ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്നുള്ളത് പ്രധാന കാര്യമാണ്. ഏതൊക്കെ തരത്തിലുള്ള കേക്ക് ഉണ്ട്, അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാരും പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ സൈൻ ബോർഡ്, നിങ്ങളുടെ കളർ, ഈ മെയിൻ റോഡ് എല്ലാം ഹൈലൈറ്റ് ആണെന്ന്. സീനിയർ സിറ്റിസൺസ് അവരുടെ ഫാമിലി സെലിബ്രേഷൻ ഇവിടെ വെച്ച് നടത്താൻ താല്പര്യപ്പെടുന്നുണ്ട്. സോ അവരുടെ താല്പര്യപ്രകാരം ഒരു പ്രെമിസസ് തന്നെ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അവരൊരുപാട് സന്തോഷിക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്കും ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾക്ക് ബേക്കിങ്ങിലും മധുരപലഹാരം ഉൽപ്പാദിപ്പിക്കുന്നതിലും ഒരു അഭിനിവേശമുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇതൊരു ബിസിനസ് ഐഡിയ ആക്കി മാറ്റിക്കൂടാ? എങ്ങനെയാണ് ഈ ബിസിനസ് ആരംഭിക്കണമെന്ന് ഒരു ഐഡിയയും ഇല്ലാത്ത ആളാണെങ്കിൽ നിങ്ങളെ ഫ്രീഡം ആപ്പ് സഹായിക്കും. ഈ മേഖലയിൽ നിരവധി വർഷങ്ങളായി എക്സ്പീരിയൻസ് ഉള്ള മെന്റർമാരുടെ സഹായത്തോടെ നിങ്ങൾക്കും ഈ ഒരു ബിസിനസ് ആരംഭിക്കാവുന്നതാണ്. നിലവിലെ ട്രെൻഡുകൾ, ജനപ്രിയ ഉൽപ്പന്നങ്ങൾ, വിപണി ആവശ്യങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടെ ബേക്കറി ബിസിനസിന്റെ മുഴുവൻ അവലോകനത്തോടു കൂടിയാണ് ഈ ഒരു കോഴ്സ് ആരംഭിക്കുന്നത്. നിങ്ങളുടെ ബിസിനസ് എങ്ങനെ ലാഭകരമാക്കാമെന്ന് ഫ്രീഡം ആപ്പിലൂടെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. നമ്മൾ ഏത് സ്ഥലത്താണ് കടകൾ തുറക്കേണ്ടതെന്ന് വെച്ചാൽ ആ റോഡിന്റെ അകലം എത്രയാണ്, അതുവഴി എത്ര വാഹനങ്ങൾ പോകുന്നുണ്ട്, വഴിയോര യാത്രക്കാർ എത്രമാത്രമുണ്ട്, അവിടെ ചുറ്റുവട്ടത്ത് എത്ര കിലോമീറ്റർ ഏരിയ ഉണ്ടെന്ന് അതൊക്കെ നമ്മൾ അബ്സോർബ് ചെയ്ത് നമ്മുടെ ഷോപ്പ് ഐഡന്റിഫൈ ചെയ്യുന്നു. എങ്ങനെയായാലും വളരെ ചിന്തിച്ച് വളരെ ശ്രദ്ധയോടുകൂടി വേണം ഒരു സ്ഥാപനം തുടങ്ങാൻ. അത് വളരെ പ്രധാനമാണ്. നമ്മുടെ ബ്രാൻഡിന്റെ പ്രാധാന്യമനുസരിച്ച് സ്ഥലവും പ്രാധാന്യമുള്ളതായിരിക്കണം. ഞങ്ങളൊരു കട തുറക്കുമ്പോൾ ആ സ്ഥലത്ത് എത്ര കട തുറക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ അന്വേഷിക്കും. 4-5 കടകളിൽ 1-2 തുറക്കാൻ പറ്റൂ. രണ്ടിലേതാണ് നല്ലതെന്ന് വെച്ചാൽ അതാണ് ഞങ്ങൾ അന്വേഷിക്കുക. സാർ, ബേക്കറി തുടങ്ങാനുള്ള അടിസ്ഥാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഇത് പറ്റിയ അളവിൽ, അതായത് റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഒരു ബേക്കറി ഫേമസ് ആവാനുള്ള പാരാമീറ്റേഴ്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതാണ് നമ്മൾ ജനങ്ങൾക്ക് കൊടുക്കേണ്ടത്. ഞാൻ ഒരു ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ ജനങ്ങളില്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ബേക്കറി തുടങ്ങി അവിടുത്തെ ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാൻ, അതായത് 2001 കഥയാണ് ഈ പറയുന്നത്. എനിക്ക് അതിന് സാധിച്ചത് ഞാൻ കൊടുത്ത ക്വാളിറ്റി ഒന്നുകൊണ്ട് മാത്രമാണ്. നമ്മൾ അവർക്ക് കൊടുക്കുന്ന ക്വാളിറ്റി നല്ലതാണെങ്കിൽ ജനങ്ങൾ ദൂരത്തുനിന്ന് പോലും നമ്മളെ തേടി വരും. നമ്മൾ കൊടുക്കുന്ന സാധനത്തിന് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്വാളിറ്റി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടെങ്കിൽ ജനങ്ങളത് തീർച്ചയായിട്ടും വാങ്ങും. ഞാനൊരു കാര്യം പറയാം. ഞങ്ങളുടെ ബേക്കറിയിൽ ബദാം പാല് കൊടുക്കുന്നുണ്ട്. ഒരെണ്ണത്തിന് 20 രൂപയാണ്. കരിമ്പൻ ജ്യൂസിന് പോലും 20 രൂപയില്ല. ആ 20 രൂപയുടെ ബദാം പാലിൽ ക്വാളിറ്റി ഉണ്ടെന്ന് അവന് തോന്നിയാൽ തീർച്ചയായിട്ടും അതന്വേഷിച്ച് അയാൾ വരും. എവിടെയാണ് സ്ഥലമുള്ളത്, എവിടെയാണ് കാലിയായി കിടക്കുന്നത്, എവിടെയാണ് ടൂലറ്റ് ബോർഡുള്ളത്, അതൊക്കെ ഞങ്ങൾ അന്വേഷിക്കാറുണ്ട്. ചിലപ്പോൾ സ്ഥലം നല്ലതാണെങ്കിൽ അവിടെ പരിസരത്ത് വേറെ ഏതെങ്കിലും കടയുണ്ടോ എന്ന് നോക്കും. സ്ഥലം നല്ലതായിരിക്കണം, പാർക്കിംഗ് സൗകര്യങ്ങൾ ഉണ്ടാകണം, ആൾക്കാർക്ക് വന്നു പോകാൻ പറ്റണം. ഏത് കട വെച്ചാലും പാർക്കിംഗ് സൗകര്യം ഉണ്ടാകണം. കാരണം ജനങ്ങൾ ഒരുപാട് വരുന്നിടത്ത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് സാധനങ്ങൾ വാങ്ങി വീട്ടിൽ പോകാൻ പറ്റുന്നൊരവസ്ഥയായിരിക്കണം. ഈ ചുറ്റുവട്ടത്തുള്ള റെസിഡൻഷ്യൽകാർ മറ്റെവിടെ പോയാലും തിരിച്ച് ഇവിടെ തന്നെ വരും. അപ്പോൾ ഞങ്ങൾ വിചാരിക്കും, നേരത്തെ ഇവർ ഇവിടെ വന്നതാണല്ലോ എന്ന്. ഏത് കടയിൽ ചെന്നാലും തിരിച്ച് അവരിങ്ങോട്ട് തന്നെ വരും. ആദ്യം ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാനായി കൊടുക്കും. അവരോട് നന്നായി പെരുമാറും. പിന്നെ പറയുകയാണെങ്കിൽ ഇവിടെ ചുറ്റിനും ബേക്കറി ഉണ്ട്, മുകളിലും ഉണ്ട്. ഞങ്ങളുടെ അടുത്ത് കിട്ടുന്ന സ്വീറ്റിൻ്റെ ക്വാളിറ്റി അവിടെയും കിട്ടില്ല. അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, ഞങ്ങൾ കുറച്ച് ഡിഫറൻ്റായിട്ടാണ് ചെയ്യുന്നത്. അവരാരും ചെയ്യുന്ന പോലെയല്ല ഞങ്ങൾ ചെയ്യുന്നത്. ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ടും റൈറ്റ് സൈഡിലായിട്ടും ഓരോ സ്കൂളുകളുണ്ട്. ഈ സ്ഥലം നല്ല സ്ഥലമാണ്. നമ്മൾ മറ്റാരും കൊടുക്കുന്നതിനേക്കാൾ ഹൈജീനിക്കായിട്ടും നീറ്റായിട്ടും കൊടുത്താൽ കസ്റ്റമേഴ്സ് നമ്മളെ അന്വേഷിച്ച് വീണ്ടും ഇവിടെ തന്നെ വരും. പിന്നെ കുട്ടികളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് പേരൻസ് സ്കൂളിലേക്ക് വരാറുണ്ട്. അവരോട് നല്ല രീതിയിൽ പെരുമാറിയിട്ട് ടേസ്റ്റ് ചെയ്യാനൊക്കെ കൊടുത്താൽ തീർച്ചയായും അവരിവിടെ തന്നെ വരും. പ്രധാനമായും കസ്റ്റമറോട് നമ്മൾ വളരെ നല്ല രീതിയിൽ തന്നെ പെരുമാറണം. ബേക്കറി സ്വീറ്റ് ബിസിനസ് കോഴ്സിലെ ഒരു ബിസിനസ് പ്ലാൻ എങ്ങനെയായിരിക്കണം എന്നാണ് ഈ ഒരു ഭാഗത്തിലൂടെ നമ്മൾ ഇപ്പോൾ പഠിച്ചത്. നിങ്ങളുടെ ബേക്കറി ബിസിനസ്സിൽ നിങ്ങൾക്ക് വ്യക്തമായ ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു ബിസിനസ് ആരംഭിക്കാവുന്നതാണ്. അതുകൊണ്ട് മാത്രമായോ? ഇല്ല അല്ലേ? നിങ്ങൾ ബേക്കറി ആരംഭിക്കുന്നതിന് മുമ്പ് അതിന് എത്ര രൂപയാണ് മൂലധനം വേണ്ടത്, അത് എവിടെയാണ് തുടങ്ങേണ്ടത്, അതിനാവശ്യമായ ലൈസൻസ് എന്തൊക്കെയാണ്, ഇതെല്ലാം അറിയേണ്ടിയിരിക്കുന്നു. അതിനായി ബേക്കറി സ്വീറ്റ് ബിസിനസിന്റെ A to Z കാര്യങ്ങൾ അടങ്ങിയ കോഴ്സ് ഇപ്പോൾ ഫ്രീഡം ആപ്പിൽ അവൈലബിൾ ആണ്. ഇതുവരെ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയി ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നമുക്ക് വീഡിയോയുടെ ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം. ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് സ്ഥലം അന്വേഷിക്കേണ്ടി വന്നില്ല. പേരൻസിന്റെ കയ്യിൽ നിന്നാണ് ഞങ്ങൾക്ക് ഇത് കിട്ടിയത്. ഫസ്റ്റ് ഓഫ് ഓൾ, രണ്ടാമത്തെ കാര്യം ഞങ്ങളുടെ പാർക്കിംഗ്, പിന്നെ ഫെസിലിറ്റി ഏരിയ പ്ലേസ്, ഇതെല്ലാം നല്ലതാണ്. പ്രിമൈസസിലെ 4 റോഡും 2 വീലർ പാർക്കിംഗ്
ആൻഡ് 4-വീലർ പാർക്കിംഗ്. 2 സൈഡും റോഡുണ്ട്. സിംഗിൾ റോഡല്ല, 2 റോഡുണ്ട്. സോ അധികം ട്രാഫിക് ജാം ഉണ്ടാകാറില്ല. യാത്ര എളുപ്പമാണ്. വാക്കിംഗ് കസ്റ്റമേഴ്സും ഉണ്ട്. ഒരുപാട് വാഹനങ്ങൾ വരാറുണ്ട്. അപ്പോളോ ഹോസ്പിറ്റലിൽ നിന്ന് കസ്റ്റമേഴ്സ് വരാറുണ്ട്. അവര് മെയിനായിട്ടും ചോദിക്കുന്നത് ബ്രെഡ്, പിന്നെ ബിസ്ക്കറ്റ്, ഇതൊക്കെ തന്നെയാ ചോദിക്കുന്നത്. പിന്നെ ഇവിടെ ഒരുപാട് കോളേജസ് ഉണ്ട്. അതുകൊണ്ട് ഒരുപാട് ബോയ്സും ഗേൾസും കസ്റ്റമേഴ്സായിട്ട് വരാറുണ്ട്. അവരൊക്കെ ചോദിക്കുന്നത് കേക്ക്, ബിസ്ക്കറ്റ്സ്, അതൊക്കെ സെലിബ്രേഷന് വേണ്ടിയിട്ടാ, അവരുടെ ക്യാമ്പസിലേക്ക്. പിന്നെ 7 വർഷമായി ഞങ്ങളാണ് ആദ്യമായിട്ട് കേക്ക് കച്ചവടം തുടങ്ങിയത്. അതുപോലെ ബിസ്ക്കറ്റ്സും. ആക്ച്വലി ഇത് ഞങ്ങളുടെ ഓൺ പ്രൊഡക്ഷനാ. പിന്നെ ചോക്ലേറ്റ്സും ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ബൺസ് ഉണ്ട്, റസ്ക് ഉണ്ട്. ഞങ്ങളുടെ കയ്യില് ബദാം സ്റ്റിക് ബിസ്ക്കറ്റ്സ് ഉണ്ട്. അത് വളരെ ഹെൽത്തിയാണ്. ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് നിങ്ങളുടെ ഷോപ്പിന്ന് ബ്രെഡ് വാങ്ങിയാ പിന്നെ വേറെവിടെയും പോയി ബ്രെഡ് വാങ്ങില്ലാന്ന്. ഞങ്ങൾക്ക് ഓർഡർ തന്നിട്ട് പോകാറുണ്ട്, ഈ ഡേറ്റിന് നിങ്ങൾ ബ്രെഡ് ഉണ്ടാക്കി വെക്കണോന്ന്. അവരെല്ലാരും പറയുന്നത് നിങ്ങൾ അപ്പോളോ ഹോസ്പിറ്റലിന്റെ അടുത്ത് പ്രവർത്തിക്കുന്നത് ഞങ്ങൾക്കൊക്കെ ഒരു സഹായമാണെന്നാണ്. ബെലൈപ്പേട്ടിൽ നിന്ന് ചിറ്റൂർ റോഡിലേക്ക് പോകാനും അവന്യൂ റോഡിലേക്ക് പോകാനും ബസ് സ്റ്റാൻഡിൽ നിന്ന് ബെലൈപ്പേട്ടയാണ് എൻട്രി, പിന്നെ മെജസ്റ്റിക് എൻട്രി. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഏതാണ്ട് ഒരു 25 തിയേറ്റേഴ്സ് ഉണ്ടായിരുന്നു. ജനങ്ങൾക്ക് അന്നത്തെ കാലത്ത് സിനിമ ഒരു ഭ്രാന്ത് തന്നെയായിരുന്നു. പിന്നെ ഞങ്ങളുടെ കടയിലെ ടൈം സെറ്റാകുന്ന രീതിയിലായിരുന്നു ഷോസൊക്കെ നടന്നിരുന്നത്. അതുമാത്രമല്ല, റെയിൽവേ സ്റ്റേഷനും തൊട്ടടുത്ത് തന്നെയായിരുന്നു, ബസ് സ്റ്റാൻഡ് അടുത്ത്, ബസ്സാർ അടുത്ത്. ഇതൊക്കെ വളരെ പ്ലസ് പോയിന്റ് ആയിരുന്നു ഞങ്ങളുടെ കടയ്ക്ക്. ഇപ്പോൾ നമ്മൾ ഫ്രാഞ്ചൈസീസ് എടുക്കുകയാണെങ്കിൽ അവരുടെ പ്രോഡക്റ്റ് മാത്രമേ നമ്മൾക്ക് വിൽക്കാൻ പറ്റൂ. അവർ തരുന്ന സാധനങ്ങളെ അവിടെ വെക്കാൻ പാടുള്ളൂ. നമ്മളുണ്ടാക്കുന്ന സാധനങ്ങളൊന്നും അവിടെ വിൽക്കാൻ സാധിക്കില്ല. പിന്നെ അവർ നമ്മളോട് ഒരുപാട് റൂൾസൊക്കെ പറയും. നിങ്ങൾ ഞങ്ങൾക്ക് ഇത്ര ബിസിനസ് തരണം, ഇത്ര സെയിൽസ് ചെയ്യണം, പുതിയ ഐറ്റംസ് കൊണ്ടുതരും, ഇതൊക്കെ നിങ്ങൾ മൂവ് ചെയ്യണമെന്നൊക്കെ പറയും. ചിലപ്പോൾ അതൊക്കെ നമുക്ക് പറ്റാതെയും വരും. കസ്റ്റമറിന് വേണ്ടെങ്കിൽ നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ല. കസ്റ്റമർ വേണ്ടെന്ന് പറഞ്ഞാൽ നമുക്കതവിടെ സെയിൽസ് ചെയ്യാൻ പറ്റില്ല. അതല്ലാതെ നമ്മളൊരു പുതിയ പ്രോഡക്റ്റ് ഉണ്ടാക്കി അവിടെ വെച്ചാൽ അതിനും പറ്റാതെ വരും. അവർ പുതിയ റൂൾസ് ആൻഡ് റെഗുലേഷൻ എന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറയും. നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെന്തെങ്കിലും പുതിയതായിട്ട് സ്വന്തമായിട്ട് ഏതെങ്കിലും മറ്റൊരിടത്തൊക്കെ കിട്ടാത്ത രീതിയിൽ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം ജനങ്ങൾക്ക്. വരുന്ന കസ്റ്റമേഴ്സിന് അത് ഏറെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ വേണം ഉണ്ടാക്കി കൊടുക്കാൻ. ഒരു പുതിയ വെറൈറ്റി ടേസ്റ്റിൽ ഡിഫറൻ്റായിട്ട് ഉണ്ടാക്കി കൊടുക്കണം. നമുക്ക് ജയിച്ച് കാണിക്കണം എന്നുള്ള വിചാരം മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട പണം നമുക്ക് കിട്ടും. അതുറപ്പാണ്, കഷ്ടപ്പെട്ട പണം വരാതിരിക്കില്ല. അതെൻ്റെ അനുഭവമാണ്. ഞാൻ സ്വന്തമായിട്ട് എന്തിനാ തുടങ്ങിയെന്ന് വെച്ചാൽ, ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കി നല്ല ക്വാളിറ്റിയുള്ള സീഡ്സ് കൊടുത്ത് കസ്റ്റമേഴ്സിനെ ഡയറക്റ്റായിട്ട് അതിൻ്റെ രുചി എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കും. ഫ്രാഞ്ചൈസീസ് എടുക്കുകയാണെങ്കിൽ അവരെല്ലാം വർക്കൗട്ട് ചെയ്യും. അതൊക്കെ ഞാൻ തന്നെ നോക്കുകയാണെങ്കിൽ എന്താ ചെയ്യുക, എൻ്റെ ബിസിനസ് ഡെവലപ്പ് ആവും. അതുകൊണ്ടെല്ലാം സ്വന്തമായിട്ട് ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്, എൻ്റെ എല്ലാ ബ്രാഞ്ചിലും. ഞങ്ങൾ തുടങ്ങിയ ആ സമയത്തൊക്കെ, അതായത് 1990-ലെ ഫ്രാഞ്ചൈസീസിനെ കുറിച്ച് അത്രയ്ക്കൊന്നും അറിവ് ഞങ്ങൾക്കുമില്ല. അത്തരം കോൺസെപ്റ്റ് ഒന്നും അന്നത്തെ കാലത്തുമില്ല. അതുകൊണ്ട് ഞങ്ങൾ തന്നെ നല്ല സീഡ്സ്, നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കൊണ്ടുണ്ടാക്കി അത് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അത് ജനങ്ങൾക്ക് വളരെ ഇഷ്ടമായി കച്ചവടം നടക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുമുണ്ട്. ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കൊടുക്കുകയാണെങ്കിൽ കസ്റ്റമേഴ്സ് നമ്മളെ വിട്ടുപോകില്ല. അതുകൊണ്ട് ഞങ്ങൾ തന്നെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഉണ്ടാക്കി റീറ്റെയിലായി കച്ചവടം നടത്താനുള്ള ആഗ്രഹമുണ്ടായി. ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും അത് സ്വന്തമായിട്ട് നമുക്കുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അഭിമാനം, അതിൻ്റെ ഒരു മാന്യത രണ്ടും അധികം തന്നെയാണ്. ഇപ്പം എനിക്ക് കിട്ടുന്ന ഏതെങ്കിലും ഒരു സമയത്ത്, അതായത് മുമ്പൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ ആളുകൾക്ക് ഇത് ബേക്കറിയുമായി ബന്ധപ്പെട്ടതല്ലെങ്കിൽ കൂടിയും ഈ കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ബിരിയാണി ഉണ്ടാക്കി ഞാൻ ഇവിടുത്തെ ആളുകൾക്ക് കൊടുക്കുമായിരുന്നു. ഇന്നും അതിൻ്റെ രുചി ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മുടെ റെസിപ്പി എന്താണോ അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടണം. ആ റെസിപ്പി നമ്മുടെ സ്വന്തമായിരിക്കണം. ഏത് ബിസിനസ് ആയാലും നമ്മളത് സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നമുക്കതിൽ നിന്നൊരു സന്തോഷവും സംതൃപ്തിയും ലഭിക്കും. ഫ്രാഞ്ചൈസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു ഉൽപ്പന്നം വാങ്ങി നമ്മൾ അതിനകത്ത് വെക്കുന്നു. അതിനകത്ത് എന്താ നമ്മുടെ ജോലി? അവർ തരുന്ന ബിസ്ക്കറ്റോ കൂൾ ഡ്രിങ്ക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ മേടിച്ച് വെച്ചിട്ട് അതിൻ്റെ ഒരു ലാഭം നമ്മൾ എടുക്കുന്നു. അവർ എപ്പോഴാണ് ഉണ്ടാക്കിയത്, അവരെപ്പോഴാണ് നമുക്കത് തരുന്നത്, അതിനൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ലല്ലോ. എനിക്ക് തൃപ്തി വരുന്ന എപ്പോഴാന്ന് വെച്ചാൽ, ഇന്നലെ ഉണ്ടാക്കിയ ഒരു കേക്ക് ഇന്ന് കട്ട് ചെയ്തത് കസ്റ്റമറിന് കൊടുക്കുമ്പോഴാണ്. ഇന്നലെ വൈകുന്നേരം ഒരു കേക്ക് റെഡിയായെന്ന് വെച്ചു, അത് ഞാൻ ഇന്ന് ഫിനിഷ് ചെയ്ത് കട്ട് ചെയ്ത് കസ്റ്റമറിന് കൊടുക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അതൊരിക്കലും ഫ്രാഞ്ചൈസിങ്ങിന് കിട്ടില്ല. ഒരിക്കലും കിട്ടില്ലെന്നേ. ഈ തൊഴിൽ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നതിന്റെ സംതൃപ്തി ഒന്ന് വേറെ തന്നെയാണ്. ഫ്രാഞ്ചൈസി അല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് തുടർന്ന തീരുമാനങ്ങളെല്ലാം നമുക്ക് തന്നെ എടുക്കാം. നമുക്ക് തീരുമാനം എടുക്കാം എന്തു വേണോന്ന്, എന്തൊക്കെ ഇവിടെ ചെയ്യണം, എന്തൊക്കെ ചെയ്ത് എങ്ങനെ പ്രസന്റ് ചെയ്യണം,
ഇതൊക്കെ നമുക്ക് ചെയ്യാം. ചില കസ്റ്റമേഴ്സ് നമ്മളടുത്ത് വരുമ്പോ ഇങ്ങനെയല്ല അങ്ങനെയെന്ന് ഫീഡ്ബാക്ക് കൊടുക്കാറുണ്ട്. ഇത് നല്ലതാ, പക്ഷെ കുറച്ച് മധുരം കുറയ്ക്കാമായിരുന്നു. ഇല്ലെങ്കിൽ ഇതിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കാംന്നൊക്കെ. സോ അക്കോർഡിംഗ് ടു ദെയർ ഫീഡ്ബാക്ക് ഞങ്ങളിതൊക്കെ ചെയ്യാറുണ്ട്. അവരെ സന്തോഷപ്പെടുത്താൻ അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ചില കസ്റ്റമേഴ്സ്, ചില കച്ചവടക്കാര് അവരുടെ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന കസ്റ്റമേഴ്സ് എങ്ങനെയെന്ന് അന്വേഷിക്കാറുണ്ട്. പക്ഷെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഞങ്ങളുടെ കസ്റ്റമേഴ്സ് നല്ല ആരോഗ്യമുള്ളവരായിരിക്കണം. ഞങ്ങൾ ഹെൽത്തി സീറ്റ്സ് ഉണ്ടാക്കുന്നുണ്ട്. എല്ലാവരും നല്ല ആരോഗ്യകരമായിരിക്കണമല്ലോ. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആരോഗ്യമുണ്ടായിരിക്കണമെന്നല്ലേ പ്രാർത്ഥിക്കാറ്. കല്യാണം നടക്കുന്ന സമയത്തൊക്കെ കല്യാണ വീട്ടിൽ നിന്നൊക്കെ ഓർഡേഴ്സ് വരാറുണ്ട്. നല്ല ശുഭകാര്യങ്ങൾ നടക്കണം. അതായത് ശുഭകാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കട ഓപ്പണിങ്, ഗൃഹപ്രവേശം, ചില ഫ്രണ്ട്സുകൾ തമ്മിൽ നേരിട്ട് കാണുന്ന സന്തോഷമായിരിക്കാം. ചിലവരൊക്കെ വീടുകളിൽ വിസിറ്റ് ചെയ്യുന്നവരായിരിക്കാം. മൈസൂരിൽ വന്നു പോകുന്നവരെല്ലാം തന്നെ മഹാലക്ഷ്മി സ്വീറ്റ്സ് നല്ലതാണെന്ന് പറഞ്ഞ് വാങ്ങിച്ചു പോകുന്നവരാണ്. പിന്നെ വിദേശത്തേക്ക് പോകുന്നവർ, അങ്ങനെയുള്ള ധാരാളം പേർ ഇവിടെ വന്ന് സ്വീറ്റ്സ് വാങ്ങി പോകാറുണ്ട്. വീണ്ടും വീണ്ടും വരുന്നവരാണ് ധാരാളം പേർ. ചിലര് കൊറിയർ അയക്കണം, നിങ്ങളുടെ സ്വീറ്റ്സ് ആണ് കഴിക്കാൻ നല്ലതെന്നൊക്കെ പറയാറുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ കസ്റ്റമേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ 4-5 ടൈപ്പ് കസ്റ്റമേഴ്സ് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ മിക്കപ്പോഴും അവരെ ശ്രദ്ധിക്കാറുമുണ്ട്. എൻ്റെ ടാർഗറ്റ് ഫാമിലിയാ. മെയിൻ ടാർഗറ്റ് ഫാമിലീസ് മാത്രമാണ്. പിന്നെ ഞങ്ങളുടെ കടയിൽ എല്ലാവർക്കും വന്ന് വാങ്ങാൻ പറ്റിയ രീതിയിലുള്ള പ്രൈസാണുള്ളത്. വലിയ ആൾക്കാരെ മാത്രമല്ല ടാർഗറ്റ് ചെയ്യുന്നത്, എല്ലാവരും വന്ന് വാങ്ങണം. എല്ലാ തരത്തിലുള്ള ആൾക്കാർ എൻ്റെ കടയിൽ വന്ന് സാധനം വാങ്ങണമെന്നാണ് എൻ്റെ ആഗ്രഹം. എല്ലാവർക്കും വാങ്ങാൻ പറ്റിയ രീതിയിലാണ് വിലയുള്ളത്. എല്ലാ കസ്റ്റമേഴ്സും എൻ്റെ ടാർഗറ്റാണ്. ചില ആൾക്കാരൊക്കെ വന്നിട്ട് ഇതിന് ഇത്ര വിലയുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞങ്ങളുടെ വില്ലേജ് ലാംഗ്വേജിൽ, ഈ നാട്ടുഭാഷയിലൊക്കെ പറയുകയാണെങ്കിൽ അവൻ വാങ്ങിക്കുന്നോ ഇല്ലയോ. 1 കിലോ കേക്കിന് 350 രൂപ പറഞ്ഞെന്ന് വെച്ചോ, അതിൻ്റെ ഒരു പീസ്, അതായത് ഒരു പൈനാപ്പിൾ പീസ് എടുത്ത് കൊടുത്തെന്ന് വെച്ചോ, അവർ വാങ്ങിക്കുന്നോ ഇല്ലയോ അതവരുടെ ഇഷ്ടം. അവരത് കഴിച്ച് രുചി അറിഞ്ഞ ശേഷം ആ രുചിയിൽ അവരെ വീഴ്ത്തുന്നതാണ് എൻ്റെ ടാർഗറ്റ്. വേറെ ഒരു ടാർഗറ്റും ഇല്ല. നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കൊടുക്കണം. ക്വാളിറ്റി കണ്ടവർ അന്വേഷിച്ച് വരും. ഞാൻ അപ്പോഴേ നിങ്ങളോട് പറഞ്ഞല്ലോ, ഇവിടെ എവിടെയോ ഞാനൊരു സ്വീറ്റോ അങ്ങനെ എന്തോ ഞാനൊന്ന് കഴിച്ചു. നാവിലെ ആ രുചിയുണ്ടല്ലോ, അതാണ് നമ്മളെയൊക്കെ ആകർഷിക്കുന്നത്. ആ ആകർഷണ ശക്തി ഉപയോഗിച്ച് ബിസിനസ് ചെയ്യണം. അങ്ങനെയുള്ളൊരു ഫുഡ് ഡിപ്പാർട്ട്മെന്റ് അത് നല്ലൊരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. നല്ലത് കൊടുത്താൽ ഉയർച്ചയിലെത്താം. 500 ഗ്രാം വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സും 50 ഗ്രാം വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സും ഞങ്ങൾക്ക് ദൈവത്തിനെ പോലെ തന്നെയാണ്. അവരെയും നമുക്ക് സന്തോഷപ്പെടുത്തണം. ഇവരുടെ തൃപ്തിയും നമുക്ക് അത്യാവശ്യമാണ്. ഇന്ന് 50 ഗ്രാം വാങ്ങിക്കുന്ന ഒരാള് നാളെ എന്തായാലും 1 കിലോ വന്ന് വാങ്ങിക്കും. ഇതുപോലെ കുറെ നാൾ കഴിയുമ്പോൾ അവരൊരു 10 കിലോ തന്നെ വന്ന് വാങ്ങിക്കാം. നമ്മൾ കസ്റ്റമേഴ്സിനോട് ഒരിക്കലും ഒരു വേർതിരിവ് കാണിക്കാൻ പാടില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാ കസ്റ്റമേഴ്സും ദൈവത്തെ പോലെയാ. എല്ലാവരിലും ഞങ്ങൾക്ക് ടാർഗറ്റ് ഉണ്ട്. ഇപ്പോൾ ഏത് ബിസിനസ് തുടങ്ങിയാലും കോർപ്പറേഷനിൽ നിന്ന് ലൈസൻസ് അത്യാവശ്യമാണ്. ഫുഡ് ലൈസൻസ് വേണ്ടത് അത്യാവശ്യമാണ്. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനും ഫുഡ് ലൈസൻസ് അത്യാവശ്യമാണ്. ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ലൈസൻസ് വേണ്ടി വരും. പിന്നെ KVB ലൈസൻസ്. ലോഡിംഗ് അധികമായിട്ട് വരുമ്പോൾ KBയുടെ ലൈസൻസ് അത്യാവശ്യമായിട്ട് വരും. GST, ഒരു പരിധിവരെ GST വേവ് ഓഫ് ആയിട്ടുണ്ട്. 40 lakhs ബിസിനസ് ഉണ്ടെങ്കിൽ വേവ് ഓഫ് ആയി കിട്ടും. അതിൻ്റെ മുകളിലാണെങ്കിൽ GST ആപ്ലിക്കബിൾ ആവത്തുള്ളൂ. ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നുമില്ല. വലിയ തോതിൽ ബേക്കറികൾ തുടങ്ങണമെങ്കിൽ ചിലർക്ക് വല്ലാത്തൊരു പേടിയാണ് ഇന്നത്തെ അവസ്ഥയിൽ. പേടി എന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് വർഷങ്ങളായിട്ട് ഇത് ചെയ്തു വന്നാൽ നമ്മുടെ പേടിയൊക്കെ പമ്പ കിടക്കും. അതായത് കോർപ്പറേഷനിൽ 2000-2500 രൂപ കെട്ടി, അതായത് ചെല്ലാൻ കെട്ടി ഫിസ്കോ വാങ്ങിക്കും. അതായത് കോർപ്പറേഷൻ്റെ അനുവാദം ലഭിക്കാനായിട്ടാണ്. പിന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും വേറെ 2 ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും വേണം. ഇതിന് 2000 മുതൽ 3000 രൂപ വരെ അവിടെ അടയ്ക്കേണ്ടി വരും. അത് യൂഷ്വലാണ്. ഇതൊക്കെ നോർമലാ. ശരിക്കും കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു 10-15,000 രൂപ, അല്ലെങ്കിൽ കൂടിപ്പോയ ഒരു 20,000 രൂപ വരെ കൊടുത്താൽ മതി. ആദ്യം വേണ്ടത് ട്രേഡ് മാർക്ക് ലൈസൻസ്, ട്രേഡ് ലൈസൻസ്. നമ്മൾ ആദ്യം അത് വാങ്ങണം. ആ ഏരിയയുമായി ബന്ധപ്പെട്ട ഓഫീസേഴ്സ് വന്നിട്ട് ഇൻഫോം ചെയ്യും നിങ്ങൾ എത്രയും പെട്ടെന്ന് ലൈസൻസ് എടുക്കണമെന്ന്. അതിനൊരു 5000 മുതൽ 10,000 രൂപ വരെ ചിലവാകും. പിന്നീട് അത് എല്ലാ വർഷവും നമ്മൾ റിന്യൂ ചെയ്തെടുക്കേണ്ടി വരും. അതുകൂടാതെ വർക്കർ ലൈസൻസ് ഉണ്ട്. പിന്നെ ഫുഡ് IFFC ഫുഡ് ലൈസൻസ് വാങ്ങണം. ഇതെല്ലാം വർഷത്തിൽ ഓരോ തവണയും റിന്യൂ ചെയ്യണം. ഇതിന് ബന്ധപ്പെട്ട ഓഫീസേഴ്സ് വരും. നിയമങ്ങൾ എങ്ങനെയാണോ അതുപോലെയാണ് ഞങ്ങൾ പേ ചെയ്യുന്നത്. അവർ ലൈസൻസ് റിന്യൂ ചെയ്തു തരും. GST ഞങ്ങൾ കൊടുക്കാറുണ്ട്. GST ആദ്യമൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ GST 3 മാസത്തിലൊരിക്കലും ഞങ്ങൾ കൊടുക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ബിസിനസ് ഡെവലപ്പായപ്പോൾ റെഗുലറായിട്ട് അടയ്ക്കാറുണ്ട്. റെഗുലർ എന്ന് വെച്ചാൽ എല്ലാ മാസം ഫയൽ ചെയ്യുന്ന പോലെ ഇരിക്കും. അതിൽ വിട്ടുവീഴ്ച വരുത്താറില്ല. ടോട്ടലി
ഒരു 10,000 to 15,000 വരെയൊക്കെ അടയ്ക്കാറുണ്ട്. എല്ലാ ലൈസൻസിനും കൂടി ഒരു 20-25 രൂപ വരെയൊക്കെ അടയ്ക്കാറുണ്ട്. ഇതിന് ഫസ്റ്റ് നമ്മൾ കോർപ്പറേഷനിൽ നിന്ന് ട്രേഡ് ലൈസൻസ് വാങ്ങിക്കണം. രണ്ടാമതായിട്ട് GST. നമ്മൾ കട തുറന്ന് 1 മാസത്തിനുള്ളിൽ തീർച്ചയായിട്ടും GST കെട്ടണം. പിന്നെ FSSAI ഉണ്ടല്ലോ, ആ ലൈസൻസ് വേണം. അതിനുശേഷം ലേബേഴ്സ് ലൈസൻസും വേണം. മാർക്കറ്റ് ഞങ്ങളിപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ കട ഇപ്പോൾ വളരെ ഫേമസ് ആയിട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പേരിനിപ്പോൾ നല്ല രീതിയിലുള്ള പ്രശസ്തിയുണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് ഓർത്തൊന്നും ഒരു ടെൻഷനും ഉണ്ടായിട്ടില്ല. കാരണം എന്താന്ന് വെച്ചാൽ, ഞങ്ങളുടെ അടുത്തുനിന്ന് വാങ്ങിച്ചിട്ട് പോയ ഒരു കസ്റ്റമർ മറ്റൊരാൾക്ക് ആ പ്രോഡക്റ്റ് കൊടുത്തപ്പോൾ അവർ ഞങ്ങളുടെ അഡ്രസ്സ് അന്വേഷിച്ച് ഈ കടയിലേക്ക് വന്നു. ഞങ്ങൾക്ക് ബാംഗ്ലൂരിൽ കടയുള്ളപ്പോൾ വിരലിലെണ്ണാവുന്ന രീതിയിൽ മാത്രമേ അവിടെ സ്വീറ്റ് കടകളും മിഠായി കടകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് നോക്കുമ്പോൾ എണ്ണമറ്റ രീതിയിലുള്ള സ്വീറ്റ് കടകളും മിഠായി കടകളും ഒക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ കസ്റ്റമേഴ്സ് വേറെ ഒരു സ്ഥലത്തേക്കും പോകാറില്ല. മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ആദ്യം തന്നെ പാംപ്ലെറ്റ്സ് ചെയ്തു. പബ്ലിസിറ്റി ചെയ്യാനായിട്ട് ഞങ്ങൾ രാവിലെ 4 മണിക്ക് തന്നെ പത്രത്തിലെല്ലാം പാംപ്ലെറ്റ്സ് എല്ലാം വെച്ചു. പക്ഷേ ഇപ്പോൾ അതുപോലെയൊന്നുമല്ല, എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലായി മാറി. അതായത് ഒരു ഏരിയയിൽ ഒരു 100 പേരുണ്ടെങ്കിൽ അവരെല്ലാവരും തന്നെ സോഷ്യൽ മീഡിയയാണ് ഉപയോഗിക്കുന്നത്. ആ 100 പേരിൽ 70 പേരും തീർച്ചയായിട്ടും ബേക്കറി സാധനങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ്. ബാക്കിയുള്ള 30 പേര് പ്രായമായവരായിരിക്കാം, അവരിതൊന്നും ഇഷ്ടപ്പെടാത്തവരാണ്. ഞാനും സോഷ്യൽ മീഡിയ ഒക്കെ നോക്കാറുണ്ട്, നല്ല സാധനങ്ങളൊക്കെയാണ് ഉപയോഗിക്കാറ്. അതുകൊണ്ട് എനിക്ക് അതിൽ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നി. ഞാനിപ്പോൾ മാർക്കറ്റിംഗ് സെർച്ച് ചെയ്ത് അത് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്പെഷ്യൽ സ്വീറ്റ്സിൽ എന്താണെന്ന് നോക്കിയാൽ, കുറവാണെങ്കിലും സ്പെഷ്യൽ മൈസൂർ പാക്ക് ഉദാഹരണമായി നോക്കിയാൽ അതിൽ ജിഡിൻ്റെ % 60%. നിങ്ങളത് കാണുമ്പോൾ, നിങ്ങളതിൽ തൊട്ടാൽ, നിങ്ങളത് കഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, കുറഞ്ഞത് ഒരു 10 ദിവസമെങ്കിലും ആ മൈസൂർ പാക്ക് വെക്കുകയാണെങ്കിൽ യാതൊരു കേടും സംഭവിക്കില്ല. CFTRൽ ടെസ്റ്റ് ചെയ്താണ് ഇതൊക്കെ വയ്ക്കുന്നത്. എത്ര ക്വാളിറ്റിയുണ്ട്, എത്ര % നെയ്യുണ്ട്, ഏതൊക്കെ % എന്തൊക്കെ ഉണ്ട്, കടലമാവ് എത്രയുണ്ട്, ഓയിൽ എത്രയുണ്ട്, അതിൽ ഗീ എത്രയുണ്ട്, വെള്ളം എത്രയുണ്ട്, കടലമാവിൽ ടെസ്റ്റ് ചെയ്ത് എല്ലാം ഞങ്ങൾ CFTRൽ ടെസ്റ്റ് ചെയ്താണ് ഉപയോഗിക്കുന്നത്. ആ റിപ്പോർട്ടൊക്കെ ഞങ്ങൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് എല്ലാ സ്ഥാപനങ്ങളിലും വെക്കാറുണ്ട്. ആക്ച്വലി ഞങ്ങളുടെ ഫാമിലി മുഴുവൻ സ്വീറ്റ്സ് ആണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം തുടങ്ങിയത് ഹോട്ട് ജിലേബിയാണ്. പിന്നെ പിന്നെ ഞങ്ങള് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്തു തുടങ്ങി. മൈസൂരിന് ചുറ്റുവട്ടത്ത്, പിന്നെ മൈസൂരിന് പുറത്ത്. പിന്നെ ഞങ്ങളുടെ ഏരിയയിലുള്ള കസ്റ്റമേഴ്സിന് ഏത് തരത്തിലുള്ള ടേസ്റ്റാണോ ഇഷ്ടപ്പെട്ടത് അതെത്ര ബെറ്ററായിട്ട് ചെയ്യാമെന്ന് ആലോചിച്ചതിന് ശേഷം കുറച്ച് ലോക്കൽ സ്വീറ്റ്സും വെക്കാറുണ്ട്. പിന്നെ ഞങ്ങളുടെ കയ്യില് ഒരുപാട് നോർത്ത് ഇന്ത്യൻ ഡിഷസും സ്വീറ്റ്സും ഉണ്ട്. പിന്നെ ഞങ്ങളുടെ കയ്യില് കർണാടക, സൗത്ത് ഇന്ത്യൻ സ്വീറ്റ്സും പിന്നെ നോർത്ത് ഇന്ത്യൻ സ്വീറ്റ്സും ഉണ്ട്. സ്പെഷ്യൽ സ്വീറ്റ്സ് എന്താന്ന് വെച്ചാ ബദാം ഹൽവ. ഹൽവ എന്ന് വെച്ചാ എന്താ? ഹൽവ മീൻസ് വി പുട്ട് ഗീ. അത് നെയ്യൊഴിച്ച് നന്നായിട്ട് ഫ്രൈ ചെയ്യും. ഒരിക്കൽ ഒരു കസ്റ്റമർ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഞങ്ങള് വേറൊരു സ്ഥലത്ത് നിന്ന് ബദാം ഹൽവ വാങ്ങിയിരുന്നു മാഡം, നെയ്യെല്ലാം അതിന്റെ മേലെ ഒഴുകിക്കിടക്കുകയായിരുന്നെന്ന്. അതുകൊണ്ട് എന്റെ അടുത്ത് വന്ന് ബദാം ഹൽവയുടെ ഒരു സാമ്പിള് വാങ്ങിയിട്ട്, എന്താ നിങ്ങള് നെയ്യ് യൂസ് ചെയ്യുന്നല്ലേ, നെയ്യൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ജസ്റ്റ് ഒരു സ്പൂൺ സാമ്പിള് കഴിച്ചതിന് ശേഷം ഇത് വളരെ നന്നായിട്ടുണ്ട്, നെയ്യ് പാകത്തിനാണെന്ന് സന്തോഷത്തോടെ പറഞ്ഞു. ഇതിലെല്ലാം മിക്സായിട്ടായിരിക്കുന്ന ബദാം, പ്യോർ ബദാമാ. ഗീ, സെയ്ഫ്രോൺ, കേസറി, പിന്നെ ഒരുപാട് പിസ്താസ്, ഡ്രൈ ഫ്രൂട്ട്സ്. കഴിക്കുമ്പോ തന്നെ അതിൽ ഒരുപാട് ബദാമിന്റെ ക്രംസ് കിട്ടാറുണ്ട്. പിന്നെ ഞങ്ങളുടെ ബദാം ഹൽവ അമേരിക്കയിലും പോയിട്ടുണ്ട്. ഞങ്ങളത് ഡബിൾ പാക്ക് ചെയ്ത് അയക്കും. അതിലൊരെണ്ണം അമേരിക്കയിലുള്ള എന്റെ മോൾക്ക് കൊടുക്കാൻ പറയാറുണ്ട്. എന്തെങ്കിലും ആഘോഷങ്ങൾ വരുമ്പോ, അതായത് ദീപാവലി, ഉഗാദി ഫെസ്റ്റിവൽ, അങ്ങനെ അവരുടെ എന്തു ഫെസ്റ്റിവൽ വന്നാലും ഞങ്ങളുടെ കയ്യിന്ന് ബദാം ഹൽവ കിലോ കണക്കിന് വാങ്ങി അമേരിക്കയ്ക്ക് കൊണ്ടുപോകാറുണ്ട്. ഞങ്ങൾക്കത് വലിയ സന്തോഷമുള്ള കാര്യ. പിന്നെ മറ്റുള്ള ബേക്കറികളിലൊക്കെ നോർമലായിട്ട് ഫ്രഷ് ക്രീം ഉണ്ടാവും. ക്രഷാ കൊടുക്കുമെന്നറിയില്ല, പക്ഷെ കൊടുക്കാറുണ്ട്. ഞങ്ങളിവിടെ പിൽസ്ബെറി പ്രോഡക്റ്റാണ് ഉപയോഗിക്കുന്നത്. ചില സ്ഥലത്തൊക്കെ മൈദ ഉപയോഗിച്ചാണ് കേക്ക് ഉണ്ടാക്കുന്നത്. ഞങ്ങൾ പിൽസ്ബെറി പ്രോഡക്റ്റാണ് ഉപയോഗിക്കുന്നത്. കൂടെ മാല ക്രഷസ് ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ കൂടെ ഡാൽഡയും ചേർക്കും. ഡാൽഡ ചേർത്താൽ പിന്നെ നല്ല രുചി കിട്ടും. മറ്റുള്ളിടത്തേക്കാളും ഞങ്ങളാണ് കുറച്ച് നന്നായി കൊടുക്കുന്നത്. കസ്റ്റമേഴ്സ് ഞങ്ങളുടെ അടുത്തേക്ക് അന്വേഷിച്ച് വരണം. മറ്റുള്ള സ്ഥലങ്ങളെപ്പോലെ ഞങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആളുകൾ ഞങ്ങളെ അന്വേഷിച്ച് വരില്ലല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഡിഫറൻ്റായി ചെയ്യുന്നത്. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞങ്ങളുടെ കടയിൽ നല്ല ടേസ്റ്റുള്ള ബിസ്ക്കറ്റുകൾ ഉണ്ടാക്കാറുണ്ട്. കശുവണ്ടി ബിസ്ക്കറ്റ്, ബദാം ബിസ്ക്കറ്റ്, പിന്നെ ഞങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സ് ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കാറുണ്ട്.
ഞങ്ങളുടെ കടയിലെ ബിസ്ക്കറ്റും പേസ്ട്രീസും നല്ല ടേസ്റ്റാണ്. കേക്ക് മാത്രം ഞാൻ ചാലഞ്ച് ചെയ്ത് പറയാം. ഞങ്ങൾ ഉണ്ടാക്കുന്ന കേക്ക് വളരെ ക്വാളിറ്റി കൂടിയ കേക്കാണ്. അതിൽ യാതൊരുവിധ മാജിക്കുമില്ല. നേരത്തെ പറഞ്ഞത് തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നത്. വിത്തിൻ 48 അവേഴ്സിനുള്ളിൽ എൻ്റെ കസ്റ്റമറിന് ഞാൻ സാധനം എത്തിക്കാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഈ ബേക്കറി ഫീൽഡിൽ എനിക്ക് ഇന്നും പേരുള്ളത്. അതൊരു നല്ല കാര്യമാണ്. സ്വീറ്റ്സിനും നല്ല പേരാണ്. എനിക്ക് ഹണി കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒരു ഉദാഹരണം നിങ്ങളോട് പറയുകയാണെങ്കിൽ, ഞാനും ബേക്കറിയിൽ ചെന്നിട്ട് നല്ല കേക്കുകൾ കഴിക്കാറുണ്ട്. ഹണി കേക്ക് ചോദിച്ചു വാങ്ങിച്ച് കഴിക്കും. ഈ ഹണി കേക്ക് ഒരു സെലിബ്രേഷൻ കേക്കൊക്കെ മാറ്റിയാൽ എങ്ങനെ ഉണ്ടാവും ഞാനൊന്ന് ആലോചിച്ചു. നേരത്തെയൊക്കെ ഈ ബർത്ത്ഡേ കേക്ക് എന്ന് പറഞ്ഞ് ഈ ഹണി കേക്ക് ഒന്നും വരാറില്ല. 5 വർഷത്തിന് ശേഷമാണ് ഞാനത് മനസ്സിലാക്കുന്നത്. എല്ലാം ചെയ്യാറുണ്ട് ഹണി കേക്കിൽ. ചോക്ലേറ്റ്, പൈനാപ്പിൾ, മാംഗോ, ഓറഞ്ച്. ആദ്യമൊക്കെ സാധാരണ ഹണി കേക്കാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിലെനിക്കൊന്നും തൃപ്തി തോന്നിയില്ല. ഹണി കേക്കിൽ ഫ്ലേവർ യൂസ് ചെയ്യാൻ തോന്നി. പൈനാപ്പിൾ, ഓറഞ്ച്, മാംഗോ. ചോക്ലേറ്റ് ടോട്ടലായിട്ട് ഫെയിലായി. ചോക്ലേറ്റ് ഹണി കേക്ക് സക്സസ് ആയില്ല, ഫെയിലിയറായി, ടോട്ടൽ ഫെയിലിയർ. പക്ഷേ മറ്റുള്ള ഫ്ലേവേഴ്സൊക്കെ ഫേമസ് ആയി. അതെങ്ങനെ അങ്ങനെ ആയിന്ന് വെച്ചാൽ, മണ്ഡിയാലയിലുള്ള അമരീഷ് സാറിന്, അമരാവതിയിലെ ചന്ദ്രശേഖർ സാറിന്, പിന്നെ അംബുജം റെഡിമയ്യ ചന്ദ്രശേഖർ, പിന്നെ സോമശേഖർ ബെല്ലൂരു, അങ്ങനെ ഒരുപാട് പേര് എൻ്റെ ബേക്കറിയിൽ നിന്നും കേക്ക് വാങ്ങി അമരീഷ് സാറിന് കൊണ്ടേ കൊടുത്തു. ഈ പൊട്ടറ്റോ ബൺ, അതായത് 2001 മുതൽ അമരീഷ് സാറ് ജീവനോടെ ഉണ്ടായിരുന്ന കാലം അത്രയും ഏത് ഇലക്ഷൻ പ്രചരണത്തിന് വന്നാലും പൊട്ടറ്റോ ബൺ എൻ്റെ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരുന്നത്. ഉരുളക്കിഴങ്ങ് ബണ്ണ് നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഇപ്പോഴും അതുണ്ട്. അതേ ക്വാളിറ്റി, ക്വാണ്ടിറ്റി, പ്രിസ്ക്രിപ്ഷൻ, അങ്ങനെ എല്ലാം നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഒരുപാട് മസാലയൊന്നും ഞങ്ങൾ ചേർക്കാറില്ല. പിന്നെ അത് സോഡക്കാരം ഞങ്ങൾ ഉപയോഗിക്കാറേ ഇല്ല. ഞങ്ങളുടെ കടയിലെ സ്പെഷ്യലായിട്ട് നോക്കിയാലും മൈസൂർ പാക്കാണ്. ദം റൂഡു, ബദാം ഹലുവ, കോക്കനട്ട് മിഠായി, പിന്നെ എരിവുള്ള സാധനങ്ങൾ. ഇതൊക്കെ ജനങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമായെന്ന് വെച്ചാൽ, മുതിർന്ന ആളുകൾ, അതായത് വയസ്സായ ആളുകൾ മുതൽ കൊച്ചു കുട്ടികൾ വരെ ഞങ്ങളുടെ മധുരപലഹാരങ്ങളെക്കുറിച്ചും അതിൻ്റെ രുചികളെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഒരുപാട് പുകഴ്ത്തി സംസാരിക്കാറുണ്ട്. ഒരു ഉദാഹരണം പറയാം. ഒരു കസ്റ്റമർ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, സാർ, എൻ്റെ അപ്പൂപ്പന് നിങ്ങളുടെ കടയിലെ സ്വീറ്റ് വളരെ ഇഷ്ടമാണ്. അദ്ദേഹം ഇപ്പോൾ കിടക്കയിലാണെങ്കിൽ പോലും നീ വെങ്കടേശ്വര സ്വീറ്റിൽ പോയി മൈസൂർ പാക്കും ദംറൂട്ടും തേങ്ങാ മിഠായി പിന്നെ സേവ ഇതൊക്കെ വാങ്ങിക്കൊണ്ടുവരാനായിട്ട് പറയും. പക്ഷെ അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിന് വയ്ക്കാൻ വേണ്ടി ഞങ്ങൾ 80 കിലോമീറ്റർ ദൂരെ നിന്നായി സ്വീറ്റ്സ് വാങ്ങാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടാണ് വയ്ക്കുന്നത്. ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ മുത്തച്ഛന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇവിടുത്തെ സ്വീറ്റ് ആയിരുന്നു. ബേക്കറി സ്വീറ്റ് ബിസിനസ്സിലെ ഒരു ബിസിനസ് പ്ലാൻ എങ്ങനെ തയ്യാറാക്കണം എന്ന ഒരു ഭാഗത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയത്. ഈ ഭാഗം ഏറെ ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഈ കോഴ്സ് മുഴുവനായി നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായും സ്വന്തമായി ഈ ബിസിനസ് ആരംഭിക്കാവുന്നതാണ്. ഞങ്ങൾക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് ബേക്കറി സ്വീറ്റ് ബിസിനസ്സിൽ ശോഭിക്കാൻ കഴിയുമെന്ന്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ഫ്രീഡം മലയാളം മണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.